പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമുക്ക് ചിന്തകളെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് എങ്ങനെ സമാധാനവും സന്തോഷവുമുള്ള വ്യക്തികളായി മാറാം എന്നൊന്ന് നോക്കാം. കാരണം ഇന്ന് വളരെയധികം ആളുകൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ടും വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകളാണ്. മനസ്സമാധാനം തീരെ ഇല്ലാതെ ആവശ്യമില്ലാത്ത ചിന്തകളെ കൊണ്ട് രാവും പകലും ബുദ്ധിമുട്ടുന്ന അനേകം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിന്ന് ചിന്തകളെ എങ്ങനെ ഫിൽട്ടർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ചിന്തകളെ ഫിൽട്ടർ ചെയ്യേണ്ടത് എന്ന് നോക്കിക്കൊണ്ട് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു വഴിയാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്കൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ചിന്തകൾ കടന്നു വരുന്നത് രണ്ട് മാർഗങ്ങളിലൂടെയാണ്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഇൻഫർമേഷൻസ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും ആ ഇൻഫർമേഷനെ നമ്മുടെ ഓർമ്മകളായി നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുള്ള, അതായത് നമ്മൾ ജനിച്ചപ്പം തൊട്ട് നമ്മുടെ ഉള്ളിൽ ഓർമ്മകളായി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു ഇൻഫർമേഷനുമായിട്ട് ട്രിഗർ ചെയ്യുമ്പോഴാണ് ഒരു ചിന്ത രൂപം പ്രാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനുമുള്ള നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് നിരവധി ഇൻഫർമേഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് എപ്പോഴും വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ഇൻഫർമേഷൻസ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, 5 ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമേ നമ്മളിലേക്ക് വരികയുള്ളൂ. ആ 5 ഇന്ദ്രിയങ്ങളിലൂടെ പല വിധത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസിൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഭൂരിപക്ഷവും നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു പത്രം വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു TV ചാനൽ അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനൽ കണ്ടു കഴിഞ്ഞാൽ അതിലൂടെയൊക്കെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഇൻഫർമേഷനുകൾ എപ്പോഴും ഒരു 90% നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും. കാരണം നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷനെ സ്വീകരിക്കാനാണ് മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും ആദ്യം തയ്യാറാവുക. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ കാഴ്ചയിലൂടെയോ കേൾവിയിലൂടെയോ അല്ലെങ്കിൽ ഗന്ധത്തിലൂടെയോ ശബ്ദത്തിലൂടെയോ ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആ ഇൻഫർമേഷൻസ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിലേക്ക് കടന്ന് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ പൂർവ്വകാല അനുഭവങ്ങളുമായിട്ട് അതിനെ കൂട്ടി വായിക്കുകയും ആ അനുഭവങ്ങൾ നിന്ന് നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് ആ ഒരു ചിന്തകളെ ട്രിഗർ ചെയ്യുകയും ആ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ചിന്തകളെ ഫിൽട്ടർ ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇടപെടുന്ന മേഖലകൾ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മളിരിക്കുന്ന സ്ഥലം, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് വാച്ച് ചെയ്തുകൊണ്ട് ഇവിടെയെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മളിലേക്ക് വരത്തക്ക രീതിയിൽ അതിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ആദ്യ പടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളിരിക്കുന്ന ഓഫീസിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ റൂമിലാണെങ്കിലും എല്ലാം ഒരു ശുദ്ധിയും വൃത്തിയും അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരിക്കും നമ്മളിലേക്ക് കടന്നു വരിക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇടപെടുന്ന മേഖലകൾ, അതുപോലെ തന്നെ നമ്മൾ ഇടപെടുന്ന ആളുകൾ, അതുപോലെ നമ്മൾ വായിക്കുന്ന വാർത്തകൾ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ, ഇതിനെയൊക്കെ നമ്മളൊന്ന് ബോധപൂർവ്വം ഒന്ന് വീക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ചില ആളുകളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ആയിട്ട് നമ്മൾ അല്പസമയം സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അനാവശ്യമായിട്ടുള്ള ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കയറി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കുക. അതുപോലെ തന്നെ അതുപോലെയുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ അനാവശ്യമായിട്ട് എപ്പോഴും നമ്മൾ ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ചാനലുകൾ കാണുക, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള വാർത്തകളിലേക്ക് എപ്പോഴും നമ്മുടെ കണ്ണുപിടിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിനും നടക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഫോക്കസ് കൊണ്ടുപോകാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചകളാണെങ്കിലും വായിക്കുന്ന വാർത്തകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ആളുകളാണെങ്കിലും ഒക്കെ പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടും പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളുമായിട്ടും ഇടപെടുവാനായിട്ടും ആ രീതിയിൽ നമ്മുടെ ചുറ്റുപാടുകളെ ക്രമീകരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അങ്ങനെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അതായത് ചിന്തകളെ നമുക്ക് ഫിൽട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളിലേക്ക് വരുന്ന ഇൻഫർമേഷനെ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് അതിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ആദ്യ പടി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ വർഷങ്ങളായിട്ട്, അതായത് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ഉള്ള ഓർമ്മകൾ, നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ഓർമ്മകളും അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ ചിലതൊക്കെ വളരെ ഇമോഷണലായിട്ടുള്ള ഓർമ്മകളായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ ട്രിഗർ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും.
അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ കൊണ്ടു കിടക്കുന്ന ഈ ഓർമ്മകളെല്ലാം അല്ലെങ്കിൽ ഈ അനുഭവങ്ങളെല്ലാം തന്നെ അതെല്ലാം മൃതമായിട്ടുള്ള അനുഭവങ്ങളാണ്. അതായത് അതെല്ലാം ഭൂതകാലത്തിൽ സംഭവിച്ചവയാണ്. അതിനൊന്നും ഇനി അതിനെയൊന്നും നമുക്ക് ഇനി തിരുത്തുവാനോ അല്ലെ അതിനെയൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു കൊണ്ടുവരാനോ ഒന്നും സാധിക്കില്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വിജയത്തെ ഹനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുറ്റബോധം എന്നുള്ളത്. കുറ്റബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ, നമ്മുടെ ഭൂതകാലത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ നിന്ന് സംഭവിച്ച ഒരു തെറ്റിനെ പറ്റി നമ്മൾ ഇന്നും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. കാരണം കഴിഞ്ഞുപോയ കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതെല്ലാം മൃതമാണ്. അതിനെ ഒന്നും നമുക്കിനി ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും അതിനെ നമുക്ക് തിരുത്തുവാനായിട്ടോ സാധിക്കില്ല. അപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ആവശ്യമായിട്ട് ഉള്ള കാര്യങ്ങളെ പഠിച്ചെടുക്കുക, അതായത് അതിൽ നിന്ന് സ്റ്റഡി ചെയ്യുക. അതിനുശേഷം നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തെ അങ്ങനെയുള്ള കുറ്റങ്ങൾ വരാതിരിക്കാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു അനുഭവം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളതിനെ നിരീക്ഷിക്കുക, നമ്മളതിനെ അവെയർ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവത്തെ അല്ലെങ്കിൽ ഒരു ഓർമ്മയെ നമ്മുടെ മനസ്സിലേക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചിന്തകളെ റീപ്ലേസ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് നമുക്ക് പരിശീലിക്കാം. അതായത് ആ ടെക്നിക്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും സുന്ദരമായ, ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവത്തെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു അനുഭവത്തെ നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ആ ഒരു അനുഭവത്തെ നമ്മൾ നമ്മുടെ ഈ ഇടത് കൈയുടെ ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എപ്പം ടാപ്പ് ചെയ്താലും ആ ഒരു സന്തോഷകരമായ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, അല്ലെങ്കിൽ മനസ്സിലേക്ക് കടന്നു വരും എന്നുള്ള രീതിയിൽ ഒരു അഫർമേഷൻ ഇവിടെ വെച്ചുകൊണ്ട് നമ്മുടെ കൈയുടെ ഇവിടെയായിട്ട് ആ ഒരു അനുഭവത്തെ നമ്മളൊന്ന് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇത്തരത്തിൽ എപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാലും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കഴിഞ്ഞുപോയ കാലത്തിലെ നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാലും, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്ന് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവം കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ആ അനുഭവത്തെ അവെയർ ചെയ്യുന്ന അതേ നിമിഷം തന്നെ നമ്മൾ ഈ രണ്ട് വിരലുകൊണ്ട് നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ആ ഒരു നിമിഷം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യപ്പെടും. അങ്ങനെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിച്ചാൽ ഇതൊരു 2-3 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതൊരു ശീലമായി മാറും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ട്രിഗർ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ മാറ്റിക്കൊണ്ട് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു സന്തോഷകരമായ ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളെ നിറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എനിക്ക് അമിതമായ ചിന്തകളാണ്, അല്ലെങ്കിൽ അമിതമായ വ്യാധിയാണ്, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഓർത്തുള്ള അമിതമായ ആൻസൈറ്റിയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്നൊക്കെ പരാതിപ്പെടുന്ന ആളുകൾ, ഇത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു മാനസികാവസ്ഥയെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പുറമേ ഉള്ള ഒരാൾക്ക് നിങ്ങളുടെ ഈ അമിതമായ ചിന്തകളെയോ അമിതമായിട്ടുള്ള ഇതേപോലുള്ള ആൻസൈറ്റിയോ ഡിപ്രഷനെയോ ഒന്നും കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് പുറമേ ഉള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ മനസ്സിനെ ഒരിക്കലും കൺട്രോൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഇതുപോലുള്ള ആദിയെയും അതുപോലെ തന്നെ ഇതുപോലുള്ള ടെൻഷനെയും ആൻസൈറ്റിയെയും ഡിപ്രഷനെയും ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് വളരെ പരിമിതമായിട്ടുള്ള സാധ്യതകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ, നിങ്ങൾ പെട്ടെന്ന് മരുന്നിലും കാര്യങ്ങളിലുമൊക്കെ അഭയം തേടാതെ നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ചിന്തകളെ ഒന്ന് നിരീക്ഷിക്കുക. എപ്പോഴും നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചിന്തകളിൽ നിങ്ങളൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. അതായത് ചിന്തകൾക്ക് സാക്ഷിയായി തീരുക. അങ്ങനെ സാക്ഷിയായി തീർന്നുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഇൻഫർമേഷനെ ആദ്യം തന്നെ കറക്റ്റ് ചെയ്യാം. അങ്ങനെ ആ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഭൗതികമായ സാഹചര്യങ്ങളെ കറക്റ്റ് ചെയ്യാം. അങ്ങനെ ഭൗതികമായ സാഹചര്യങ്ങളെ കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഇൻഫർമേഷനെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് എപ്പോഴെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു ഓർമ്മ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ടാപ്പിംഗ് ടെക്നിക്ക് വെച്ച് പെട്ടെന്ന് തന്നെ ടാപ്പ് ചെയ്ത് അതിനെ പോസിറ്റീവാക്കി മാറ്റുക. അങ്ങനെ നമ്മുടെ ചിന്തകളെ ഫിൽറ്റർ ചെയ്ത് നമ്മൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ശക്തമായ, സന്തോഷമുള്ള, സമാധാനമുള്ള വ്യക്തികളായിട്ട് മാറുവാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Synchronizing the art, tactics, and spirituality.